everyone. ഞങ്ങൾ നാട്ടിലെ ഒരു കല്യാണം കൂടാനായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ട്രെൻഡ് ആണല്ലോ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ് ഒക്കെ. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. വൈകി എൻ്റെ കൂടെ എൻ്റെ നെഫ്യൂ ചേരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ദൂരെയൊന്നുമില്ല പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുന്നത്, നമ്മുടെ പറമ്പിൽ തന്നെയാണ്. Look, MM, we have some beautiful plants here. See the beautiful purple color. ഇത് വാണ്ടറിങ് ജൂ പ്ലാന്റ്സ് ആണ് ഷാമ്പു. എത്ര രസമാണ് കാണാനായിട്ടല്ലേ. ഈ പ്രദേശം നിറയെ ഉണ്ട് കേട്ടോ. ഇത് നല്ല നമ്മുടെ ചട്ടികളിൽ വളർത്താം. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഒരു 3-4 ചട്ടി ഹാങ് ചെയ്ത് ഒരുമിച്ചിടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ 1-2 തണ്ടൊക്കെ എടുക്കാം. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയപ്പോഴത്തേനും മണി പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മരത്തിലൊക്കെ കയറിയ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ വലിയ ഇലയായിട്ട് ഒക്കെ നിന്നിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. അപ്പം ആ മണി പ്ലാന്റിൻ്റെയും 1-2 കമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഫേൺസിൻ്റെ ഒത്തിരി വെറൈറ്റി ആ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് നല്ലതായിട്ട് തണുപ്പൊക്കെ വേണ്ടിയോണ്ട് ചെടിച്ചട്ടിയിൽ വളരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഒരു 2 വെറൈറ്റി ഫേണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറമ്പ് നിറയെ ഈ ചെടിച്ചേമ്പ്. അപ്പം അതിനിപ്പോൾ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസിലൊക്കെ കണ്ട് മനസ്സിലായി. അതിന് കോമൺ കലേഡിയം എന്നാണ് പറയുന്നത്. ഈ പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല പച്ച നിറത്തിൽ പിങ്ക് വെയിനും വെള്ള ഡോട്ടും ഒക്കെ ആയിട്ട് അത് 1-2 പ്ലാന്റ് എടുത്തു. What are these plants, MM? ഇത് സിങ്കോണിയം പ്ലാന്റ് ആണ് ഷാമു. നല്ല രസമുണ്ട്. നല്ല ഹാർട്ട് ഷേപ്പ് ലീഫും നല്ല ഭംഗിയുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് അതെടുത്തു നമ്മൾ. പിന്നെ ഇത് സൺസെറ്റ് ബെൽസ്. കുറേ തൈകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് വളരുന്നുണ്ട്. അതിന് ഓർക്കുന്നുണ്ട്, പണ്ട് ഇത് മുറ്റത്ത് നന്നായിട്ട് ചെടിയിലൊക്കെ നിന്നിരുന്നതാണ്. ഓർക്കിഡും ആന്തൂറിയും ഒക്കെ വന്നപ്പോൾ നമ്മളിതൊക്കെ പറിച്ച് കളഞ്ഞു. എന്നാലും അത് വംശനാശം വരാതെ അവിടെ എവിടെയൊക്കെ കിളിക്കുന്നു. പൂക്കൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പറമ്പിൽ. അപ്പം ആ സൺസെറ്റ് ബെൽസ് നമ്മൾ പറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ചുമന്ന കാകൾ ഉണ്ടായിരുന്നു. ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പേരറിയില്ല ഈ പ്ലാന്റിൻ്റെ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ പ്ലാന്റ് നമ്മൾ പറിച്ചില്ല. സൺസെറ്റ് ബെൽസിൻ്റെ 1-2 തൈകളും കൂടെ പറിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ്ട് ലില്ലി പ്ലാന്റ് നിൽക്കുന്നു. സാധാരണ ഇവിടെ കാണുന്ന ഒരു വെറൈറ്റി ഒരു ലാവൻഡർ കളറ് പൂ ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ ഏത് വെറൈറ്റിയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ലില്ലി പ്ലാന്റിൻ്റെയും കുറച്ച് തൈകൾ നമ്മൾ അവിടുന്ന് പറിച്ചിട്ടുണ്ട്. പിന്നെ ഈ വയലറ്റ് പ്ലാന്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് പറിച്ചിട്ടില്ല. പിന്നെ ഷാമു പെട്ടെന്ന് കണ്ടുപിടിച്ചു കോമൺ കലേഡിയം ഒത്തിരി ഉണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ള നിറത്തിലുള്ള കലേഡിയം പ്ലാന്റും കൂടെ കണ്ടു. നല്ല രസം അത് പറമ്പിൽ ആ വെള്ള ഇല നിൽക്കുന്ന കാണാനായിട്ട്. അതിൻ്റെ 1-2 തൈകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചങ്ങ് നീങ്ങിയപ്പോഴത്തേക്കിന് നമ്മുടെ ഈ സ്റ്റാർ പ്ലാന്റ് ലക്കി ബാംബു. ഇതാണെങ്കിൽ നമ്മുടെ ഇവിടെ അഹമ്മദാബാദിലൊക്കെ ഉണ്ടല്ലോ. 3 അതിൻ്റെ ആ തലപ്പ് മാത്രം ചുമ്മാ കെട്ടി, വേര് പോലും വന്നിട്ടില്ല. അതിവിടെ 300 രൂപയ്ക്കൊക്കെയാണ് വഴി സൈഡിൽ ലക്കി പ്ലാന്റാണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത്. അത് കുറേ അവിടെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഒരു 2-3 പ്ലാന്റ് നല്ലത് നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹാർട്ട് ഷേപ്പ് കലേഡിയം വളരെ സർപ്രൈസ് ആയിട്ടാണ് ഇത് കണ്ടത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഗ്രീനും ബേജും കളറുമായിട്ട് ചേർന്നിട്ട്. ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ മുറ്റത്തൊന്നും പണ്ട് നിന്നായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ പ്ലാന്റ് എടുത്തു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ തൈകളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളും എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റൊക്കെ മുറ്റത്തൊക്കെ വെക്കാൻ മടിയായിരുന്നു. ഇപ്പം ഇത് നമ്മുടെ ഡ്രോയിങ് റൂം വരെ എത്തിയിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ്. ഡ്വാഫ് വെറൈറ്റിയൊക്കെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടാണ് നഴ്സറികളിൽ വിൽക്കുന്നത്. ഇതൊരു കോമൺ വെറൈറ്റി ഗ്രീൻ കളറിലുള്ളതാണ്. അതിൻ്റെ 3-4 തൈ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ പ്ലാന്റ്സ് കിട്ടിയതുകൊണ്ട് പ്ലാൻ ഹണ്ടിങ് ഞങ്ങൾ അങ്ങനെ അങ്ങ് നിർത്തി. അപ്പോൾ എന്തൊക്കെ പ്ലാന്റാണ് നമുക്ക് കിട്ടിയതെന്ന് നോക്കാം. ഈ വൈറ്റ് കലേഡിയം,
പിന്നെ ഈ ഗ്രീനും ബേജും കൂടെ കളറുള്ള ആ കലേഡിയം, വാണ്ടറിങ് ജൂ പ്ലാന്റ്, ഗോൾഡൻ പോത്തോസ് പ്ലാന്റ്. നല്ല ഹെൽത്തി ലീവ്സും കളറും ഒക്കെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇത്രയും നല്ല ബ്രൈറ്റ് കളറൊന്നും കിട്ടത്തില്ല. നാച്ചുറലി ആയിട്ട് വളരുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ കളറെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും ഒക്കെ നല്ല ഒരു കോസ്റ്റ്ലി വെറൈറ്റി പോലെയാണ് ഇരിക്കുന്നത്. ഫേൺസ്, കോമൺ കലേഡിയം പ്ലാന്റ്. അപ്പോൾ നമുക്ക് 3 വെറൈറ്റി ഓഫ് കലേഡിയം ആണ് കേട്ടോ. 1.5 മണിക്കൂറാണ് നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങിനായിട്ട് ചിലവഴിച്ചത്. അതിനിടയ്ക്കാണ് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലില്ലി പ്ലാന്റ്, കുറേ ബൾബ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ, ചെറിയ അതിൻ്റെ തൈകൾ. പിന്നെ സിങ്കോണിയം പ്ലാന്റ്, സൺസെറ്റ് ബെൽസ്. നമ്മൾ ചെടിച്ചട്ടിയിൽ വളമിട്ട് വളർത്തിയ ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല, അതുപോലെ നന്നായിട്ട് വളർന്ന പ്ലാന്റ്സ് ആണ്. ലക്കി ബാംബു, ഫേണിൻ്റെ വേറെ ഒരു വെറൈറ്റി. അപ്പോൾ ഇത്രയാണ്. നമുക്കിതൊക്കെ ഇനി കുഴിച്ചു വെക്കണം. ചെടിച്ചട്ടികളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം പണ്ട് കിണർ കുത്തിയപ്പം ഉണ്ടാക്കിയ ഒരു റിങ് ബാക്കി വന്നത് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടെ നിറച്ചിട്ട് അതിൽ കുഴിച്ചു വെക്കാനായിട്ട് പോവുകയാണ്. 12 തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെല്ലാം അതിനകത്ത് നന്നായിട്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തിപ്പം എത്രയെണ്ണം സർവൈവ് ചെയ്യും എന്നറിയില്ല. എന്തായാലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കെയർ ചെയ്യുകയാണ്. എത്രയെണ്ണം സർവൈവ് ചെയ്യുമെന്ന് 3-4 മാസം കഴിഞ്ഞ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. എന്തായാലും ഒരു നല്ല സാറ്റിസ്ഫൈങ് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാ പ്ലാന്റും വളരാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്ക് ഫേൺസിനെ കുറിച്ച് മാത്രമേ ഒരു ഡൗട്ടുള്ളൂ. ചിലപ്പോൾ അത് വളരാനായിട്ട് ഈ ക്ലൈമറ്റ് പോരായിരിക്കും. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് അവർ പ്ലാൻ ഹണ്ടിങ് വീഡിയോ. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഷാമു ഒത്തിരി എൻജോയ് ചെയ്തെന്നാണ് പറയുന്നത് പ്ലാൻ ഹണ്ടിങ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒതന്റിക് റെസിപ്പീസ് കിട്ടുന്ന ഒരു കുക്കിംഗ് ചാനലും കൂടിയാണ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.